നമ്മളെന്നുള്ളത് പാലക്കാട് ജില്ലയിലെ കോട്ടായി എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഉള്ളത്. ഒരു 8 സെന്റ് നിർമ്മിച്ചിട്ടുള്ള ഒരു കൊളോണിയൽ സ്റ്റൈല് 2400 സ്ക്വയർ ഫീറ്റ് 4 ബെഡ്റൂം വരുന്ന ഹോം ടൂറാണ്. ഓക്കെ, റെഡ് ആർക്ക് ബിൽഡേഴ്സ് ആൻഡ് ഇന്റീരിയേഴ്സ് ആണ് ഈ വീടിന്റെ ഫേമും അതേപോലെ തന്നെ ഇതിന്റെ ഡിസൈനറും ഇതിന്റെ ഓണറും ഒന്ന് തന്നെയാണ്. സഹീറിന്റെ സ്വന്തം വീടാണ്. സഹീറിന്റെ ഇത് നിർമ്മിച്ചിരിക്കുന്നത്. അവരുടെ കോൺടാക്ട് നമ്പർ ഡീറ്റെയിൽസ് നമ്മൾ കൊടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ 8 സെന്റിലാണ്. ഇതിന്റെ ഹൈലൈറ്റ് എന്ന് പറയുമ്പോൾ കൊളോണിയൽ സ്റ്റൈലാണ്. പിന്നെ ഡബിൾ ഹൈറ്റ് ആണ്. അത് നമുക്ക് ഉള്ളിലേക്ക് കയറുമ്പോൾ കാണാം. സ്ലാബ് കുറവാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഫ്രണ്ടിൽ നോക്കി കഴിഞ്ഞാൽ ഈ ഗേറ്റും അതുപോലെ തന്നെ ഈ കോമ്പൗണ്ട് വാളും നമുക്ക് നല്ലൊരു ഹൈലൈറ്റ് ആണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് ഈ വീടിന്റെ തീമിനനുസരിച്ചിട്ട് ഒരു ഗ്രീൻ വൈറ്റിലാണ് ഇവർ അതിന്റെ തീം സെലക്ട് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ജാടി വർക്കും കാര്യങ്ങളും പ്ലാന്റ് കാര്യങ്ങളും ഒക്കെ സെറ്റ് ചെയ്തിട്ടാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു ഭാഗം നമുക്ക് കാണാൻ സാധിക്കും. ഗ്രീൻ കളറിൽ കോമ്പൗണ്ട് വാൾ സെറ്റ് ചെയ്തിട്ട് അതിന് ടെക്സ്ചറാണ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ജാടി വർക്ക് ചെയ്തിട്ട് അതിൽ MS പാക്കപ്പ് ചെയ്തിട്ടാണ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ നല്ല സ്ട്രോങ് ആയിട്ട് സ്റ്റോൺ. പിന്നെ അതുപോലെ തന്നെ ഇടതുവശത്തായിട്ടും ലാൻഡ്സ്കേപ്പും കാര്യങ്ങളൊക്കെ നല്ലപോലെ മനോഹരമായിട്ട് തന്നെ അറേഞ്ച് ചെയ്തു. അത് ഈ ഒരു ഭാഗത്ത് കഴിഞ്ഞാൽ കോർണറിൽ ലാൻഡ്സ്കേപ്പും കാര്യങ്ങളൊക്കെ ചെയ്തു. ആ ഒരു ഭാഗത്ത് കിണറുണ്ട്. അത്യാവശ്യം ഒരു 3 വണ്ടിക്കൊക്കെ സുഖമായിട്ട് പാർക്ക് ചെയ്യാനുള്ള സൗകര്യം ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ലാൻഡ്സ്കേപ്പും കാര്യങ്ങളൊക്കെ ഈ ഒരു ഭാഗത്തായിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഈ ഒരു ഭാഗത്തായിട്ടാണ് സിറ്റ് ഔട്ട് വരുന്നത്. സിറ്റ് ഔട്ടിന്റെ സ്റ്റെപ്പിന്റെ ടോപ്പിൽ ഇട്ടിരിക്കുന്നത് ഗ്രാനൈറ്റും അതുപോലെ തന്നെ 4x2 ടൈലാണുള്ള കൊടുത്തിരിക്കുന്നത്. പിന്നെ ഈ ഒരു ഭാഗത്തായിട്ടും നമുക്ക് പിന്നെ റൂഫ് ചെയ്തിരിക്കുന്നത് അവര് ഹൈറ്റ് അതുപോലെ തന്നെ അതിന്റെ ഊണ് മേഞ്ഞിരിക്കുകയാണ്. പ്രസംഗിച്ചും ഊടാണ് ഇത് മേഞ്ഞിരിക്കുന്നത്. അത് നമുക്ക് ഉള്ളിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ ഹൈലൈറ്റ് നമുക്ക് കാണാവുന്നതാണ്. 4 ചെയറും കാര്യങ്ങളൊക്കെ കൂടെ കൊടുത്തിട്ടുണ്ട്. ഒരു ചെയർ 4 ചെയറോടെ കൊടുത്തിട്ടുണ്ട്. ഈ വീടിന് ചേർന്നിട്ടുള്ള ഒരു മാച്ച് ആയിട്ടുള്ള 4 ചെയർ തന്നെയാണ് കയറി വരുമ്പോൾ സിറ്റ് ഔട്ടിൽ കൊടുത്തിരിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ ഈ സൈഡിലും പ്ലാന്റ് സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവിടെ വിൻഡോസ് നല്ല ഡബിൾ ഹൈറ്റിലുള്ള വിൻഡോസും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു വീടിന് ചേർന്നിട്ടുള്ള മാച്ച് ആയിട്ടുള്ള ഡബിൾ 2 പാളി ഡോറാണ് കൊടുത്തിരിക്കുന്നത്. സിമ്പിൾ ആയിട്ട് ഡോറ്. അതുപോലെ തന്നെ ഇതിന്റെ ഹാൻഡിൽ അടക്കം ടീക്കൂട്ടിലാണ് ചെയ്തിരിക്കുന്നത്. ഈ വീടിന്റെ കംപ്ലീറ്റ് മരങ്ങൾ കംപ്ലീറ്റ് ടീക്കൂട്ട് തന്നെയാണ്. ഈ ഒരു ഭാഗത്തും ഒരു ചെറിയ വിൻഡോസ് വരണം. അത് നമുക്ക് അടുത്തേക്ക് കാണാം. അവിടെ നമ്മൾ നേരെ കയറി വരുമ്പോൾ തന്നെ കോമൺ ലിവിംഗിലേക്കാണ് വരുന്നത്. കോമൺ ലിവിംഗ് സെറ്റും കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതിന് മുന്നായിട്ട് നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഒപ്പം തന്നെ ബെൽ ഐക്കൺ എനേബിൾ ചെയ്യാം, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, ഈ വീടിന്റെ പ്ലാൻ നമ്മൾ കമന്റ് ബോക്സിൽ പിൻ ചെയ്ത് വെക്കുന്നുണ്ട്. കാണാം. ഒപ്പം തന്നെ ഈ വീടിന്റെ ഡിസൈൻ ചെയ്തിട്ടുള്ള ഡിസൈനറുടെ സ്വന്തം വീട് തന്നെയാണ്. അപ്പോൾ ആ ഡിസൈനർ നമുക്ക് പരിചയപ്പെടാം. എന്താണ് കൺസെപ്റ്റ്? പൊതുവെ നമ്മുടെ പാലക്കാട് ചൂട് കൂടുതലാണ്. അപ്പൊ ആ ചൂടിനെ നമുക്ക് കുറച്ചുകൊണ്ട് ഓടക്കട സ്ലാബും അത്യാവശ്യം നമുക്ക് ഫീലിങ്ങോടും നാച്ചുറലോടെ യൂസ് ചെയ്തിട്ട് ചൂട് എങ്ങനെ കുറയ്ക്കാന്നുള്ള ഒരു കൺസെപ്റ്റ് ആണെന്ന് വർക്കൗട്ട് നോക്കുന്നത്. അപ്പൊ വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ചൂട് ഇപ്പൊ നമ്മളിപ്പോ ഇതിൽ സ്ലാബ് കുറവാണ് ചെയ്തിരിക്കുന്നത്. ഇല്ല, സ്ലാബ് നമുക്ക് പ്രൈവസി വേണ്ടത് ബെഡ്റൂം ടോയ്ലറ്റ് അങ്ങനെയുള്ള മാത്രം സ്ലാബ് ആക്കി. ഇപ്പൊ ബാക്കി ഫോം ഏരിയ ഡബിൾ ഫ്ലോർ ആയിട്ട് അതുപോലെ തന്നെ മുകളിൽ നമ്മുടെ നാച്ചുറൽ അത് പഴയ വാങ്ങിച്ച് പെയിന്റ് അടിച്ചു. പിന്നെ നമുക്ക് ഫീലിംഗ് മോഡ് അതിനോട് പുതിയത് തന്നെ അത് നമ്മുടെ 4-5 ഗ്യാപ്പ് വരുന്ന കൂടെ ചെയ്യും. ചൂട് വന്നു കഴിഞ്ഞാൽ ഈ ഗ്യാപ്പിലൂടെ ചൂട് അതാണ് മാക്സിമം ഒരു ഓപ്പൺ ടൈപ്പ് കൺസെപ്റ്റാണ്. നമുക്ക് 2400 ഇവിടെ കോമൺ ലിവിംഗോടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ സ്ലാബ് നോക്കിയിട്ട് നമ്മളത് പ്രസ് ചെയ്തിട്ട് മൂന്ന് കഴിഞ്ഞിട്ട് ശരിക്കും ആ സ്റ്റോപ്പ് നല്ല ഹൈറ്റ് 25 അടിയോളം ഹൈറ്റ് 25 അടി ഹൈറ്റ് സ്റ്റോപ്പ് കൊണ്ടുവന്നത്. അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു ഭാഗത്ത് വർക്ക് ഉണ്ടാവും ചെയ്തിരിക്കുന്നത്. ഇതും ഒരു സ്റ്റോക്ക് ബാറ്റിംഗ് തന്നെയാണ്. ഇതിന്റെ ഒരു നാച്ചുറൽ നമ്മുടെ ഈ വീടിന് മാച്ച് ആവാൻ വേണ്ടി ഫീലിംഗും ഒരു മാച്ച് അല്ലേ കളർ അത് ഡിസ്റ്റീരിയർ ടച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഹൈലൈറ്റ് ചെയ്തിരുന്നത്. സോ ഇതിന്റെ ലെഫ്റ്റും റൈറ്റും ഒരു ചെറിയ ട്രീസും ഈ ഒരു സെറ്റ് കാര്യങ്ങളൊക്കെ നിങ്ങൾ എങ്ങനെ മേടിച്ചത് കസ്റ്റമൈസ് ചെയ്താണോ? അത് അല്ല, നമ്മൾ മേടിച്ചത് ഇത് നമ്മളിവിടെ നമ്മുടെ അളവിനെടുത്തിട്ട് നമ്മൾ മെറ്റീരിയൽ പോയി സെലക്ട് ചെയ്തിട്ട് ഈ ഒരു മോഡൽ ഉണ്ടാക്കുക. നമുക്ക് ഉണ്ടാക്കുന്ന ആളുണ്ട്. ഏത് മോഡൽസ് കാണിച്ചു കഴിഞ്ഞാൽ നമ്മളിവിടുത്തെ അളവെടുക്കാതെ ശരിക്കും നമ്മൾ ഷോപ്പിൽ പോയിട്ട് കണ്ടാൽ കൂടി നമ്മുടെ അളവിനനുസരിച്ച് ഉണ്ടാക്കാൻ നമ്മുടെ വീട്ടിൽ മാച്ച് ആവുന്ന ഈ ഒരു 3 പീസിന് എന്ത് റേറ്റ് വരുന്നത്? ഏകദേശം ഒരു 42 ആയിരുന്നു. ഷോപ്പിലേക്ക് പോയിട്ട് 60 എബോ അവിടെ കൊടുത്തിരിക്കുന്നത് MS പൈപ്പിലാണ്. പൈപ്പ് വർക്ക് ചെയ്തിട്ട് ഗ്ലാസ് ആണ്. ലൈറ്റിങ്ങിന്റെ പർപ്പസ് തന്നെയാണ്. ശരി, ഒരു പാർട്ടീഷൻ ആണ്, ഒരു ചെറിയ പാർട്ടീഷൻ
അതൊരു സംഭവം G5 തന്നെ G5 വർക്ക് ചെയ്തിട്ട് പ്ലൈവുഡ് വെച്ചിട്ട് ചെറിയൊരു ബോക്സ് സെറ്റ് ചെയ്തതാണ്. ഓക്കെ. ഒരു 50% വിസിബിളും 50% ഈ പാർട്ടിഷൻ പോലെ തന്നെ. ഈ ഒരു സെക്ഷൻ ഇങ്ങനെ ചെയ്യാനായിട്ട് നമുക്ക് എത്ര രൂപ കോസ്റ്റ് വരും? ഇത് ഏകദേശം നമുക്കൊരു 30,000 റുപ്പീസ്. പാനലിംഗ് വർക്ക് ഇതിന്റെ ലൈറ്റിംഗ് അത്യാവശ്യം ഐറ്റംസ് ഒക്കെ വെക്കാവുന്ന രീതിയിലുള്ള സ്റ്റോറേജ് ആണ്. അതെ, സ്റ്റോറേജ്. ഇതൊക്കെ ശരിക്കും മെറ്റീരിയൽ അതെല്ലാം ഫ്ലൈയിൽ മൈക്ക് വെച്ചാണ് ലാമിനേഷൻ ചെയ്താണ്. ഏകദേശം 35 30 to 35 മാക്സിമം ഇലക്ട്രിക് വർക്ക് ചെയ്ത് ലൈറ്റിംഗ് അടക്കണം. നല്ല ഹൈറ്റ് ഇടല്ലേ? ഡൈനിങ് സ്പേസ് ഡബിൾ ഹൈറ്റ് ആണ്. അതെ, ഇതില് സ്ലാബ് ചെയ്തിട്ടില്ല, ഡബിൾ ഹൈറ്റിലാണ് ചെയ്തിട്ടില്ല. ഏകദേശം എത്ര ഫീറ്റ് ഉണ്ടാവും? 25 ഫീറ്റിലാണ് ഹൈറ്റ്. ഇതിന്റെ ഇടയിൽ നമ്മൾ ബ്രിഡ്ജ് പോലെയാണ് പറയുന്നത്. അപ്പൊ ഇതിന്റെ മുകളിൽ പോയി കഴിഞ്ഞാല് നമുക്ക് ലിവിംഗ് സ്പേസ് കാണാം, റൈറ്റ് സൈഡ് സ്പേസ് കാണാം, ഡൈനിങ് സ്പേസ് കാണാം. അതിലൂടെ വന്നു കഴിഞ്ഞാൽ ഇതും കസ്റ്റമൈസ് ചെയ്തതാണ്. നമ്മുടെ വീട്ടിൽ മെച്ചാകുന്ന ഒരു ഡൈനിങ് ടേബിളാണ് നമ്മൾ ചെയ്യുന്നത്. അതായത് ഒരു കിച്ചന് ഒരു ഡിസൈൻ ഇല്ല. ഇങ്ങനത്തെ മോഡൽ വീടാണ് നമ്മൾ കൺസ്ട്രക്ഷൻ ചെയ്യുന്നത് വെച്ചാൽ അതിന് മാച്ചാവുന്ന ഒരു ഡൈനിങ് ടേബിൾ. ഇതൊരു 32 സ്ലാബിൽ നിർത്തിയിട്ടാണ്. അതിനോടൊപ്പം തന്നെ ഇതില് നമ്മൾ നാച്ചുറൽ മൺചട്ടി മണ്ണുകൊണ്ടുണ്ട്. ആ ചട്ടി ഇതിനകത്ത് വെച്ചിട്ടുണ്ട്. ആ മൺചട്ടിയിലാണ് അതായത് കോൺക്രീറ്റ് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ മൺചട്ടി വെച്ചു കൊടുക്കും. അതിനകത്ത് ഇലക്ട്രിക്കൽ വർക്ക് എല്ലാം ചെയ്തുകൊണ്ടാണ് ഈ ഒരു എല്ലാം ചെയ്യുമ്പോൾ ജിപ്സ് ഒന്നും ചെയ്തിട്ടൊന്നുമില്ല. ഒന്നുമില്ല. ജിപ്സും സീലിംഗ് ഒന്നും വർക്ക് കൂടെ ചെയ്യില്ല. ഇതിപ്പോ പ്ലാസ്റ്ററിംഗിൽ അതിൽ ബ്ലൂ കൊടുത്തിട്ട് പ്ലാസ്റ്ററിംഗ് ചെയ്തു അത്രേ ഉള്ളൂ. വേറൊന്നും ചെയ്തിട്ടില്ല. നാച്ചുറൽ അതിൽ ഫാൻസി ലൈറ്റും ഫാൻസി ലൈറ്റും അത് ഈ വീടിന്റെ മാച്ച് പറഞ്ഞില്ല. ഒരു ഫ്ലേ ടൈപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ടൈപ്പ്. ഓപ്പൺ കിച്ചൺ ആണല്ലേ? ഒരു ഇതൊക്കെ ഗ്രാനൈറ്റ് നാനോയിട്ടാണ്. ഇതൊക്കെ നമുക്ക് സ്ക്വയർ ഫീറ്റ് എന്ത് റേറ്റ് വരും? ഇത് 8th ജനറേഷൻ ആണ്. ഇത് വന്നിട്ട് ഏകദേശം 510 രൂപ സ്ക്വയർ ഫീറ്റ്. ഈ ഒരു കൺസെപ്റ്റ് ഉദ്ദേശിക്കുന്നത് ഇത് ജസ്റ്റ് ഒരു ഓപ്പൺ നമ്മളിങ്ങനെ വലുതായിട്ട് ഓപ്പൺ ആക്കി ഇടുന്നുണ്ട്. എലമെന്റ്സ് ഇതെല്ലാം നമ്മൾ അലുമിനിയം ഫാബ്രിക്കേഷൻ ചെയ്താണ്. ഇത് ടൈലിന്റെ തന്നെയാണ്. ഈ ടൈൽ എന്താണ് ഹൈലൈറ്റ്? നല്ല ഇത് ഇമ്പോർട്ടഡ് ടൈലാണ്. ഇമ്പോർട്ടഡ് ആണ്. എന്തെങ്കിലും പ്രത്യേകത? പ്രത്യേകിച്ചൊന്നുമില്ല. ഇതിന്റെ ഈ ഗ്രൂ തന്നെയാണ് ഹൈലൈറ്റ് ചെയ്യുന്നത്. പക്ഷെ നമ്മുടെ ഇവിടെ വേറെ കിട്ടാനില്ലാത്തതുകൊണ്ടാണ് ഇമ്പോർട്ടഡ് സാധനം. ഇതും നമ്മൾ നേരത്തെ ഫ്ലോറിംഗ് ചെയ്തിരിക്കുന്നത് ഒരു മാറ്റ് ഫിനിഷ് 4x2 ടൈലാണല്ലേ? 4x2 ബ്രാൻഡ് ഏതാണെന്നും അങ്ങനെ റേറ്റിംഗ് കാര്യങ്ങളൊക്കെ ബ്രാൻഡ് നോക്കേണ്ട വേണം. സോ റൈറ്റ് പ്രൈസ് ഒരു 45 ആ റേഞ്ച് തന്നെ. അതേപോലെ ജിപ്സം വർക്കും സിമ്പിൾ ആയിട്ടുള്ള അത് ഈ ഒരു കിച്ചൺ മോഡുലർ ആയതുകൊണ്ട് അതിന് ഹൈലൈറ്റ് ചെയ്ത് കാണിക്കാൻ വേണ്ടിയിട്ട് സീലിംഗ് മാത്രം. ബാക്ക് സൈഡിൽ വർക്ക് ചെയ്ത് വരുന്നത്. ആ ബാക്ക് സൈഡ് വർക്ക് ചെയ്യും. സ്റ്റോറൂം ഉണ്ട്. സ്റ്റോറൂം ഈ ഒരു ഭാഗത്ത് ടൈലിന് ആ ടൈല് ഇവിടെയും ഡബിൾ ഹൈറ്റ് എല്ലാം ഡബിൾ ഹൈറ്റ്. അവിടെ ജാളികൾക്കുണ്ടോ? അവിടെയും ചാടുകൾക്ക്. ഒരു കാര്യം, നമ്മള് പുറത്ത് നല്ലോണം ചൂടാണല്ലോ, പക്ഷെ ഇതിനകത്ത് ചൂട് തീരില്ല. സിമ്പിൾ ആയിട്ട് നമുക്ക് മാസ്റ്റർ ബെഡ്റൂം ഗ്രൗണ്ടിൽ കണ്ടുപിട്ടുണ്ടല്ലേ? അതെ, ഗ്രൗണ്ടിൽ മാസ്റ്റർ ബെഡ്റൂം ഇല്ല. നമുക്ക് ഈ ബെഡ്റൂം എത്ര സൈസ് വരുന്നത്? ഇത് വന്നിട്ടൊരു 13-12 ഇതിന്റെ ഈ ഒരു സ്പേസ്. ഈ ഒരു സ്പേസ് ഇതിലേക്കൊരു പാസേജ് ഉണ്ടല്ലോ, പാസേജ്. അതിന്റെ പാസേജും കൂടി കൂട്ടും നമുക്ക് നല്ലൊരു സ്പേസ്. പിന്നെ അറ്റാച്ച്ഡ് ബാത്റൂം. അതെ, അറ്റാച്ച്ഡ് ബാത്റൂം. കോട്ടൊക്കെ ചെയ്തിരിക്കുന്ന പ്ലെയിനാണോ? അതെ, എല്ലാ ജസ്റ്റ് പ്ലാസ്റ്ററിംഗിൽ ലൈൻസ് ഇട്ട് കൊടുത്തു, അത്രേ ഉള്ളൂ. നമ്മൾ ആകെ വീട്ടിൽ 2 കളർ യൂസ് ചെയ്തു. ഒരു വൈറ്റ് ഗ്രീൻ ടച്ച് ആയിട്ട് കളർ. ആ കളറിൽ വേറൊരു കളർ അഡീഷണൽ ചേർത്തി തീം തന്നെ കൊടുത്തു. അതേപോലെ കർട്ടൻസ് ഞാൻ ശ്രദ്ധിച്ചിട്ടായിരുന്നു. ഈ ഒരു അതെ 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 എല്ലാം. സോ ഇത് വിൻഡോസ് ഫ്രണ്ടേജിലെല്ലാം ഒരു കാര്യം ചോദിക്കാൻ വിട്ടുപോയി. ഇത് മറ്റേ നമ്മുടെ വുഡും കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കുന്ന എല്ലാം ടീക്കൂട്ട് വലിയ വിൻഡോ ആണല്ലേ? ഇത് അവിടുന്ന് ഇങ്ങോട്ട് ഷോ ഉണ്ടാവോ? അവിടെ നിന്ന് വ്യൂ കാണില്ല. ഇവിടെ നിന്ന് മാത്രം കാണും. അതിന് ഒരാൾ അടുത്ത് വന്ന് നോക്കിയാലോ? ഇങ്ങനെ നോക്കണം. അങ്ങനെ നോക്കിയാ സെറ്റ് ചെയ്തിരിക്കുന്നതൊക്കെ പ്ലെയിൻ. പ്ലെയിൻ കംപ്ലീറ്റ് സ്ട്രക്ചറും കാര്യങ്ങളൊക്കെ എല്ലാം പ്ലെയിൻ.
മൈക്രോ ഇവിടെ ഫ്ലോറിംഗിലെ ടൈല് വേറെ അതെ ബെഡ്റൂമിലേക്കൊക്കെ വ്യത്യാസമുണ്ട് ഒരു ലൈറ്റിങ്ങിന് വേണ്ടിയിട്ട് ലൈറ്റിങ്ങിന് വിശാലത പാലിക്കുന്ന രീതി. അതുപോലെ ബാത്റൂമിന്റെ ഫിറ്റിംഗ്സ് ഇതൊക്കെ ബ്രാൻഡ് എല്ലാം പിന്നെ നമുക്ക് വരുന്നത് ഈ ഒരു ബാത്റൂമാണ്. ഇതിവിടെ ഇവിടെ കോമൺ ടോയ്ലറ്റ് കോമൺ ടോയ്ലറ്റ്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഇവിടുന്ന് നോക്കുന്നത് ലിവിംഗ് ആണ്. അത്രയും ഹൈറ്റിന് കൊടുത്ത കാരണമാണ് ആ സംഭവമൊക്കെ ചെയ്യാന്നുണ്ടെങ്കിൽ ഇവിടുന്ന് നല്ല വ്യൂ തന്നെയാണ്. ഇവിടെ നിൽക്കുമ്പോൾ നമുക്ക് എല്ലാവിടേക്കുള്ള വ്യൂ ഉണ്ട്. ടോട്ടൽ വീടിന്റെ മിഡ് സ്പേസ് ആണ്, എല്ലാവിടെയും കാണാൻ പറ്റും. ഫസ്റ്റ് ഫ്ലോറിൽ 2 ബെഡ്റൂമാണല്ലോ. ഇത് നമുക്ക് ബെഡ്റൂം സെയിം ബെഡ്റൂം സെയിം സൈസ് തന്നെ. ഇതിനകത്ത് ഇന്റീരിയറൊന്നും ചെയ്തൊന്നുമില്ല. ഇവിടെ 3 ആളുകൾ താമസം. ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇവിടുത്തെ ബാൽക്കണിയില്ല. നമുക്ക് കറക്റ്റ് വ്യൂ പറഞ്ഞാൽ നേരെ നമ്മുടെ ഫ്രണ്ടേജ് ഫുൾ ആയിട്ട് കവർ ചെയ്ത് കാണാം. നിങ്ങളുടെ ഈ ഭാഗത്ത് ശരിക്കും പാലക്കാട് ഭാഗത്തൊക്കെ ശരിക്കും മറ്റേ ഇഷ്ടിക അതുപോലെ ഓടിനൊക്കെ റേറ്റ് കുറവാണ്. അങ്ങനെ സംഭവം ഇഷ്ടികയ്ക്ക് നോർമൽ മലപ്പുറം കോഴിക്കോട് അങ്ങോട്ട് ആവശ്യം നോക്കുമ്പോൾ ഇവിടെ പാലക്കാട് റേറ്റ് കുറവ്. ആക്ച്വലി ഇത് കോയമ്പത്തൂരിൽ നിന്ന് പറഞ്ഞ മാതിരി വാളയാണ് അവിടെ കൂടുതൽ ഉണ്ടാക്കി തുടങ്ങി. അപ്പൊ അവിടെ നിന്ന് വരുമ്പോൾ അവിടെ റേറ്റ് കുറവാണ്. പൊതുവെ ടോട്ടൽ 4 ബെഡ്റൂം ഇല്ല. ഇവിടെ ഒരു ബെഡ്റൂം ഉണ്ട് അല്ലേ? പിന്നെ ഓപ്പൺ സെയിൽപോലെ സ്വന്തം തന്നെയാണ്. എല്ലാം പേര് കൊടുത്തിരിപ്പുള്ളിലാണ് ഓഫീസ്. പാലക്കാട് ഒരു 3 കിലോമീറ്റർ ഡിസ്റ്റൻസ്. നിലവിലൊക്കെ പാലക്കാട് മാത്രമാണോ വർക്ക് അതോ ഓൾ കേരള ചെയ്യുന്നത്? ഇല്ല, ഇപ്പൊ നമ്മളിപ്പോ പാലക്കാട് മാത്രം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ ഒരു 16 വർഷത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അത് ഏകദേശം ഈ ഒരു 1500 സ്ക്വയർ ഫീറ്റ്. അതെ. അപ്പോ ഈ വീടിന് ഇപ്പോ ശരിക്കും ഇപ്പൊ നമുക്ക് ഏകദേശം എത്ര ടോട്ടൽ കോസ്റ്റ് ആയിട്ടുണ്ട്? ടോട്ടല് നമുക്കിപ്പോ ഏകദേശം ഒരു 72 ലാഖോളാണ്. അതിന് ഇന്റീരിയർ ഫർണിഷിംഗ്, ലാൻഡ്സ്കേപ്പിംഗ്, കോമ്പൗണ്ട് വാൾ എല്ലാം. ശരിക്കും ഈ നമുക്ക് സ്ലാബ് വെച്ച് നോക്കുമ്പോഴും അതേപോലെ തന്നെ ഈ സ്ലോപ്പ് ചെയ്യാന്നുണ്ടെങ്കിൽ നമുക്ക് ഏറെ കോസ്റ്റ് കിട്ടും. എനിക്ക് തോന്നിയത് എനിക്കിപ്പോ ഞങ്ങൾ ചെയ്യുന്ന സമയത്ത് ഓൾറെഡി മെറ്റീരിയൽസിന്റെ റേറ്റ് കൂടുതൽ നിൽക്കുന്ന ടൈമാണ്. അപ്പൊ എനിക്ക് സ്ലാബിന് കുറച്ച് റേറ്റ് കൂടുതലായിട്ടാണ് തോന്നുന്നത്. അപ്പോ ഇങ്ങനെയാണ് ഇതിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും വരുന്നത്. സഹീർ തന്നെയാണ്, സഹീറിന്റെ സ്വന്തം വീട് തന്നെയാണ്. അപ്പൊ സഹീർ തന്നെയാണ് നിർമ്മിച്ചിരിക്കുന്നത്. റെഡ് ഡാർക്ക് വില്ലേജ് അവരുടെ എന്റെ പേരാണ്. പാലക്കാട് ബേസ് ചെയ്തിട്ടാണ്. പാലക്കാടുള്ള ഒരുവിധ പ്രൊജക്റ്റും കാര്യങ്ങളൊക്കെ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ തന്നെ ഈ വീടിന്റെ പ്ലാൻ നമ്മൾ കമന്റ് ബോക്സിൽ പിൻ ചെയ്യുന്നുണ്ട്. പിന്നെ ഇപ്പൊ നിലവിലിപ്പോ നമ്മുടെ സാറികളൊക്കെ പാലക്കാട് വന്നു കഴിഞ്ഞാൽ നമുക്ക് മറ്റുള്ള തൊട്ട് ജില്ലകളൊക്കെ തൃശ്ശൂർ. അപ്പോ നമ്മള് എന്തെങ്കിലും വീട് കണ്ടിട്ട് കോൺടാക്ട് ചെയ്യാന്നുണ്ടെങ്കിൽ സഹീറിന്റെ നമ്പർ നമ്മൾ കൊടുക്കുന്നുണ്ട്, ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. അപ്പൊ സഹീറിനായിട്ട് കോൺടാക്ട് ചെയ്യാം. നമുക്ക് വീടായിട്ട് നിർമ്മിക്കാനായിട്ട് അതുപോലെ തന്നെ റിനോവേഷൻ ചെയ്ത് കൊടുക്കുന്നു. നമ്മളെന്തായാലും ഇയർലി ഒരു 4 പ്രൊജക്ട് റിനോവേഷൻ ആയിട്ടല്ല നമുക്ക് വരാം. അത് ആക്ച്വലി ആ ഷെയർ കിട്ടുന്നതിനോടൊപ്പം തന്നെ അവർക്ക് ചില ക്ലയൻസ് ഉണ്ടാവും, അവർക്ക് ഓൾറെഡി വീട് ഉണ്ടാവും. പക്ഷെ അവരുടെ ഒരു പുതിയ വീട് ചെയ്യാനുള്ള ആഗ്രഹമുണ്ടാവും, പക്ഷെ ബഡ്ജറ്റ് ഉണ്ടാവില്ല. അപ്പൊ ഇത് ചെയ്ത് എന്താണെന്ന് ഒരു ഐഡിയ കിട്ടാതെ നിൽക്കുമ്പോൾ നമ്മളെ കോൺടാക്ട് ചെയ്യും. നമ്മൾ ഓൾറെഡി ഇങ്ങനെ ചെയ്ത് വീടുകളൊക്കെ കാണുമ്പോൾ വിളിക്കും. അതിന് പോയി കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ പൊളിക്കണം അല്ലെങ്കിൽ ചെയ്യണം എന്നുള്ളവരുടെ സ്റ്റാർട്ട് ലേറ്റസ്റ്റ് മോഡലിലേക്ക് ആക്കും. വീടിന്റെ എക്സ്റ്റീരിയർ ആയാലും ഇന്റീരിയർ. ഇപ്പൊ നിലവിലൊക്കെ ഇപ്പൊ നമ്മുടെ വീടിന്റെ നമ്മളാണ് ചെയ്യുന്നത്. റൈറ്റ് സൈഡിൽ വർക്ക് നടക്കുന്നത്. അപ്പൊ ചെയ്യുന്ന നമ്പർ ഞാൻ കൊടുക്കുന്നുണ്ട്. ഓക്കെ, വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഷെയർ ചെയ്യാം, കമന്റ് ചെയ്യാം, ലൈക്ക് ചെയ്യാം. ഓക്കെ.